ഹായ് ഹലോ കൂട്ടുകാരെ, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കിച്ചണിലെ വീഡിയോസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു കുക്കിംഗ് വീഡിയോ. നമ്മുടെ ഫ്രൈഡ് റൈസ് തയ്യാറാക്കാമെന്ന് കരുതിയിട്ട് ബസ്മതി അരി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു അരക്കിലോളം മതി, അത്രേ ആളുള്ളൂ. പിന്നെ വെജിറ്റബിൾസ് നമ്മുടെ ബീൻസ്, ക്യാപ്സിക്കം, ക്യാരറ്റ്, ക്യാബേജ്, ഒണിയൻ ലീഫ് വേണം കേട്ടോ നമ്മുടെ ഫ്രൈഡ് റൈസിന്. പിന്നെ 2 കോഴിമുട്ട എടുത്തിട്ടുണ്ട്, ഒരു ഹാഫ് വെള്ളുള്ളി, സവാള, കുറച്ച് വെളുത്തുള്ളി, പിന്നെ മല്ലിയില, കറിവേപ്പിലയൊക്കെ നമ്മുടെ ചിക്കന് വേണ്ടി ഞാൻ എടുത്ത് വെച്ചാണ് കേട്ടോ. ചിക്കൻ ഗ്രേവി ഉണ്ടാക്കുന്നുണ്ട് കുറച്ച്. അപ്പോൾ നമുക്കൊരു അരമണിക്കൂർ നമ്മുടെ ബസ്മതി അരി കുതിരാൻ വേണ്ടി വെക്കണം. അതിൽ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് നേരം വെക്കാം. ലാസ്റ്റ് നമുക്ക് കഴുകിയിട്ട് നമുക്ക് വാരിയെടുക്കണം. ഇപ്പോൾ കുതിരട്ടെ കേട്ടോ. അതിനുള്ളിൽ നമുക്ക് ചിക്കൻ ഒന്ന് കുറച്ച് ചെറിയ മസാല തേച്ചിട്ട് കഴുകി വാരിയ വെള്ളത്തിൽ തന്നെ വേറെ വെള്ളം ഒഴിക്കാതെ നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം. വെള്ളം വറ്റിച്ചെടുത്തിട്ടാണ് ഞാൻ ഇതാക്കുന്നത്. ഇത് വരട്ടിയ പോലെ ഒരു കറി വയ്ക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വെജിറ്റബിൾസൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. അത് ആ സമയത്തിനുള്ളിൽ എല്ലാ വെജിറ്റബിൾസും ചെറുതായി മുറിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ക്യാരറ്റ്, ക്യാപ്സിക്കം, നമ്മുടെ ക്യാബേജ്, ഒണിയൻ ലീഫ്, അങ്ങനെ കുറച്ചുണ്ടല്ലോ. എല്ലാം നമുക്ക് ഓരോന്നോരോന്നായി അരിഞ്ഞെടുക്കണം. കുറച്ച് സമയം എടുക്കണ ഒരു പരിപാടിയാണ് ഉണ്ടാക്കി നോക്കിയപ്പോൾ. അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക്, കുക്കിംഗ് വീഡിയോസ് ഇഷ്ടമുള്ളവരൊക്കെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക കൂട്ടുകാരെ. വീഡിയോ ഇഷ്ടപ്പെട്ട കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണേ. എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരണേ എനിക്ക്. നമ്മുടെ വെളുത്തുള്ളി ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്, ഒരു സവാള, പിന്നെ ഒണിയൻ ലീഫ് ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ വെജിറ്റബിൾസ്. ഇത്രയാണ് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത് കേട്ടോ, നമ്മുടെ ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിന് നമുക്ക് വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അരി വാരി വെച്ചിട്ടുണ്ട്, ഞാൻ കുതിർന്നത് വാരി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് വേവിച്ചെടുക്കാം. തിളപ്പിച്ച വെള്ളത്തിലേക്ക് അരി ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് വലിയൊരു ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും. ഇത് രണ്ടും ഇട്ട് നന്നായി ഇളക്കിയിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. ഒരു മുക്കാൽ വേവല്ല, ഫുൾ വേവായാലും കുഴപ്പമില്ല. ബസ്മതി അരിയല്ലേ, നന്നായി വെന്ത് കിട്ടുക അത്രയും നല്ലതല്ലേ. അതിനുള്ളിൽ അപ്പുറത്ത് ചിക്കൻ മസാല റെഡി ആവുന്നുണ്ട്. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് ഒരു 10-15 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ അരി വെന്ത് കിട്ടിയിരുന്നു കേട്ടോ. ഇനി ഇത് നമുക്ക് വെള്ളത്തിൽ നിന്ന് വാരിയിട്ട് വെള്ളമൊക്കെ അങ്ങോട്ട് വാർന്ന് കിട്ടണം. അതിന് വേണ്ടി നമുക്ക് എടുത്ത് വയ്ക്കാം. അതിനുള്ളിൽ ചിക്കൻ മസാല റെഡി ആയിട്ടുണ്ട്. ഞാൻ ആ വെള്ളം വറ്റിച്ച ചിക്കൻ ഉണ്ടല്ലോ, അതെടുത്ത് ഇതിൽ കൊട്ടി വെച്ച്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവും നമ്മുടെ ചിക്കൻ മസാല. കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്ത് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒന്നും കൂടി ആവി ഒന്ന് കൊള്ളിച്ചെടുക്കാം. ഈ മസാലയിൽ ചിക്കനൊക്കെ ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അടച്ച് വെക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തത് പരിപാടി, വെള്ളത്തിൽ നിന്ന് ഈ ചോറ്, വെന്ത ബസ്മതി അരിയുടെ ചോറ് നമുക്ക് വാരി മാറ്റി വെക്കണം കേട്ടോ. വെള്ളം മുഴുവനായിട്ട് പടിഞ്ഞ് കിട്ടണം അതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഇടയിൽ കൂടെ ചിക്കൻ കറി നോക്കണ്ടേ, രണ്ടും കൂടിയാണ് ഞാൻ കൊണ്ടുപോകുന്നത്. അപ്പോൾ ചിക്കൻ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ്റിന് വേണ്ട പരിപാടികളൊക്കെ നോക്കാം. ഫ്രൈഡ് റൈസിന് വേണ്ടത് 2 മുട്ട, ഒരു പാനിൽ ഇത്തിരി ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് ചെറുതായിട്ട് ചെറുതായിട്ട് നമുക്ക് കൊത്തി അരിഞ്ഞ പോലെ കിട്ടണം. അതിൽ കുരുമുളകും കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇത് ചെയ്ത് അങ്ങോട്ട് മാറ്റി വെക്കണം. ഇത് നമുക്ക് ചോറ്റിലിടാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ ഫ്രൈഡ് റൈസിലിടണം. കൈവിടാതെ കൊത്തി ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിപ്പിടിച്ച് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഫ്ലേവർ മാറും. അതേ പാനിൽ തന്നെ നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഇനി നമുക്ക് നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ആദ്യം നമുക്ക് വെളുത്തുള്ളി നല്ല പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അതിലേക്ക് നമുക്ക് ഒരു ഹാഫ് നമ്മുടെ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ, അതിട്ട് കൊടുക്കാം. ഇത് രണ്ടും ഒന്ന് വഴന്ന് കിട്ടിയ ശേഷം നമുക്ക് വെജിറ്റബിൾസൊക്കെ ചേർക്കാം കേട്ടോ. ഞാൻ ക്യാരറ്റും ബീൻസും ചേർത്തിട്ട് ക്യാപ്സിക്കും ചേർത്തിട്ട് ഒന്ന് ആവി കൊള്ളിച്ചെടുത്തു. അതിനുശേഷം നമ്മുടെ മുട്ടക്കോസ് ഇട്ടത് കേട്ടോ, ക്യാബേജ് ഇട്ടത് കേട്ടോ. അതൊന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് ഇനി വേണ്ടത് സോസാണ് കേട്ടോ. നമ്മുടെ കൈവിടാതെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക, ഒന്ന് ആവി കൊള്ളിച്ചെടുക്കാം മുട്ടക്കോസ്, നമ്മുടെ ക്യാബേജ്. ഇനി നമുക്കതിലേക്ക് വേണ്ടത് സോയാ സോസ് ഒരു സ്പൂൺ ഇട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ തക്കാളി സോസ് ഒരു 2 സ്പൂണോളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ.
ഇത് തന്നെയാണ് ഇതിൻ്റെ ഒരു മസാലക്കൂട്ട് പറയണത്. വേറെ ഒന്നും ഇടില്ലല്ലോ നമുക്ക് ഫ്രൈഡ് റൈസിന്, ഇത് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്ലേവർ ഉണ്ടെങ്കിൽ ഈ ഫ്രൈഡ് റൈസ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അത് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇത് രണ്ടും ഒഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ഫ്രൈഡ് റൈസ് ഒരു രസം ഉണ്ടാവില്ല കഴിക്കാൻ. ഇതിൻ്റെ ഫ്ലേവർ വേണം. നമുക്കിതിലോട്ട് അരി കൊട്ടി ഇളക്കാമെന്ന് പറഞ്ഞാൽ എൻ്റെ പാന് ചെറുതാണ്, അത് പുറത്തോട്ട് പോകും. അപ്പോൾ നമുക്ക് ഒരു പാത്രം എടുക്കാം, ഒരു വട്ടത്തിലുള്ള വേറെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്, അലുമിനിയം പാത്രം. അതിലേക്ക് നമ്മുടെ ഈ വെജിറ്റബിൾസൊക്കെ കൊട്ടിയ ശേഷം നമുക്ക് ഈ അരി കൊട്ടാം. ചോറ് അരിയല്ല, ചോറ് നമ്മൾ വേവിച്ച് വെച്ച നമ്മുടെ ബസ്മതി അരിയുടെ റൈസ് ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം അങ്ങോട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അതിന് മുമ്പ് നമുക്കിതിലേക്ക് കുറച്ച് കാര്യങ്ങൾ ഇടണം. നമ്മുടെ മുട്ട, പിന്നെ ചിക്കനിന് കുറച്ച് എടുത്തിട്ട് ഞാനിങ്ങനെ ചെറുതായി കഷ്ണങ്ങളായി മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും ഇട്ടു കേട്ടോ, ഒരു ടേസ്റ്റ് ഉണ്ടാവും, നല്ല ടേസ്റ്റ് ഉണ്ടാവും ചോറ്റിന് കഴിക്കുമ്പോൾ. പിന്നെ നമുക്ക് കുരുമുളക് പൊടി വേണം കേട്ടോ, പെപ്പർ. അതൊരു 1.5 സ്പൂൺ അളവിന് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം കുറച്ച് എരിവ് വേണം, പിന്നെ കുറച്ച് ആവശ്യത്തിന് ഉപ്പും. പിന്നെ നമുക്ക് ലാസ്റ്റാണ് ഈ ഒണിയൻ ലീഫ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. ഇതെല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ച് ഇളക്കി എടുത്തപ്പോൾ നമുക്ക് ഫ്രൈഡ് റൈസിൻ്റെ ലുക്ക് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ തന്നെയല്ലേ ഉണ്ടാവുക, നമ്മൾ റെസ്റ്റോറൻറ്റിലും ഹോട്ടലുകളിലും പോയി കഴിക്കുമ്പോൾ ഇതേപോലെ ഉണ്ടാവും. ഇനി നമുക്കിതെല്ലാം ഒന്ന് ഗ്യാസ് സിമ്മാക്കി വെച്ചിട്ട് നമുക്കൊന്ന് ആവി കൊള്ളിച്ചെടുക്കണം. അത്രയും മതി, എല്ലാം വെന്തതാണ്. ഇനി ഇതെല്ലാം ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടി, ഒന്ന് ആവി കൊള്ളിച്ചെടുക്കാൻ വേണ്ടി നമുക്ക് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. കുറച്ച് എല്ലാം ഒതുക്കി വെച്ചിട്ട് അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പം ഇങ്ങനെയുണ്ട് എൻ്റെ ഫ്രൈഡ് റൈസിൻ്റെ ലുക്ക്, ഇങ്ങനെയുണ്ട് കേട്ടോ. കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ കഴിച്ചു, ഉച്ചക്കലേക്ക് നന്നായിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടോ എൻ്റെ ഇക്ക. നമുക്കത് കഴിക്കാൻ വേണ്ടി എടുക്കാം. അപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് അത് അതിൻ്റെതായ രീതിയിൽ വിളമ്പണ്ടേ. അപ്പം ഞാനതിൻ്റെ കൂടെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മുടെ കുക്കുമ്പറായിട്ട് വെച്ചിട്ടുണ്ട് വട്ടത്തിൽ, അത് ഇടയ്ക്കൊന്ന് കഴിക്കാമല്ലോ പറഞ്ഞിട്ട്. പിന്നെ ചിക്കൻ ഗ്രേവിയും വെച്ചിട്ടുണ്ട്, പിന്നെ ടൊമാറ്റോ സോസും വേണമെങ്കിൽ എടുക്കാം. ഞാൻ എടുത്തില്ല, ഇത് മതിയല്ലോ പറഞ്ഞിട്ട് എടുത്തില്ല. ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻറ്റിലൂടെ അറിയിക്കുക. ഓക്കെ, ബൈ.